ഹലോ ഡിയേഴ്സ്, ഇന്ന് മാൽദീവ്സിലെ ക്രോസ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലം നമുക്കൊന്ന് കണ്ടാലോ? പോകാം ചാനലിലേക്ക്. വെൽക്കം ടു മൈ ചാനൽ. ഈ കാണുന്ന ബ്ലൂ ബോട്ടിലാണ് ഞങ്ങൾ ഐലൻഡിൽ നിന്ന് മാലേ സിറ്റിയിലേക്ക് എത്തിയത്. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി മാലേ വന്നതാണ്, പക്ഷെ അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് പ്ലാൻ ബിയിലേക്ക് മാറി ക്രോസ് റോഡ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈ MTCC ഫെറി ആണ്, ഇതിനെ എയർപോർട്ട് ഫെറി എന്ന് പറയും, മാലി സിറ്റിയിലുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് കൗണ്ടർ കാണുന്നത് നമുക്ക് ഏത് ഐലൻഡിലേക്ക് പോകാനുള്ള ഗവൺമെൻറ് ഫെറി ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ഈ സെക്കൻഡ് കൗണ്ടറാണ് ക്രോസ് റോഡിൻ്റെ കൗണ്ടർ. ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടുകൊണ്ട് റിസപ്ഷനിലെ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിച്ച് പുള്ളിക്കാരി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ദി മെറീന എന്നുള്ള ഈ സെക്ഷൻ നമുക്ക് അവിടെ നിന്നപ്പോൾ പുള്ളിക്കാരി നമുക്ക് കയ്യിലൊരു ടാഗ് കൊണ്ടുവന്ന് കിട്ടി, ക്രോസ് റോഡ്സ്. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പോകാനുള്ള എൻട്രി പാസ് കിട്ടി. അങ്ങനെ ഞങ്ങളെപ്പോലെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് വെയിറ്റ് ചെയ്യുന്നത്, കൂടുതലും ടൂറിസ്റ്റുകളാട്ടോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫെറി വന്നു. 11:30 ആയി എന്ന് തോന്നുന്നു ടൈം അപ്പോഴത്തേക്ക്. അപ്പോൾ ഫെറി വന്നു. ആദ്യം ധോണി എന്നാണ് പറഞ്ഞത് സ്റ്റാഫ് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ വെള്ള കളറിലെ ധോണിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു സ്റ്റക്ക് ഓൾറെഡി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ധോണി ഇപ്പോൾ ഉള്ള ധോണിക്ക് എന്തോ ട്രബിൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് സ്പീഡ് ബോട്ട് വിട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, സ്പീഡ് ബോട്ടാകുമ്പോൾ നമുക്ക് സ്പീഡിലെത്താണോ? ധോണിക്ക് ഏകദേശം 20 to 25 minutes എന്നാണ് പറഞ്ഞത്. ഇപ്പം ഇവിടേക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസ് ഒന്നും നമുക്കിപ്പോൾ കൊടുക്കാനുണ്ടാകും. ഈ ടാഗ് ഉള്ളവരൊക്കെ മാത്രമേ ഈ ബോട്ടിൽ കയറാൻ പറ്റത്തുള്ളതേ ഉള്ളൂ. അങ്ങനെ ബോട്ട് വന്ന് സെറ്റായി, ആൾക്കാരൊക്കെ ഇങ്ങനെ അക്ഷമരോടെ കാത്തിരിക്കുകയാണ് കയറാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തപ്പോൾ 1 by 1 ആയി എല്ലാവരും എൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ സീറ്റ് റിസർവ്ഡ് ഒന്നുമല്ല, ബുക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ ബോട്ടിൽ കയറിയപ്പോൾ ഒന്നാണ് കണ്ടത് ക്ലൈമറ്റ് പിന്നെയും ബാഡായെന്നുള്ളത്. ഇത്ര നേരം നല്ല സൺലൈറ്റ് ആയിരുന്നു, പക്ഷേ മഴ പെയ്യുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പം ഞങ്ങൾ മാലേ സിറ്റിയിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. അപ്പം നമുക്കിങ്ങനെ ക്രോസ് റോഡിൻ്റെ വ്യൂസ് ഇങ്ങനെ ബോട്ട് ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. അത് കണ്ടപ്പോൾ നമ്മൾ മഴയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്നൊക്കെ മാഞ്ഞു പോയി. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല ബ്ലൂ കളറുള്ള ഓഷന്. ഈ മാൽദീവ്സിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്നുള്ളത് ഈ ക്രിസ്റ്റൽ, ഈ പഞ്ചസാര മണൽ എന്ന് പറയത്തില്ലേ, പഞ്ചസാര പോലത്തെ പൂഴി മണലും നല്ല ഓഷനുമാണ്. ഈ നല്ല ലൈറ്റ് ബ്ലൂ ഉള്ള ഓഷൻ, ഡാർക്ക് ബ്ലൂ ഉള്ള ഓഷനിൽ നമ്മൾ ലൈറ്റ് ബ്ലൂ ഉള്ള ഓഷനിലേക്ക് ഇറങ്ങിയാണ്. ഞങ്ങളിങ്ങനെ ബോട്ടിലിരുന്നത് കൊണ്ട് തന്നെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ആൾക്കാരൊക്കെ എത്തിയപ്പോൾ തന്നെ എക്സൈറ്റഡായി. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ പ്രകടനം. അങ്ങനെ ഈ കാണുന്ന മരത്തിൻ്റെ പാലത്തിൽ കൂടിയാണ് നമ്മൾ ക്രോസ് റോഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും അവസാനമാണ് ഇറങ്ങിയത്. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ചോദിക്കണമെന്നുണ്ട്. ഞങ്ങളിപ്പോൾ 4 hours ഉദ്ദേശിച്ച് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങൾ ഈ ബോട്ടിലെ ക്രൂസിനോട് തന്നെ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഇവിടുത്തെ സ്റ്റാഫ് ഏറ്റവും അവസാനം ഇറങ്ങത്തുള്ളൂ, എല്ലാ പാസഞ്ചേഴ്സും ഇറങ്ങിയതിന് ശേഷം. അപ്പം ഈ ബോട്ടിലെ ക്രൂസിനോട് ചോദിച്ചപ്പോൾ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളും ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല മനോഹരമായ വ്യൂ. ഈ ഓഫ് ഡേ നല്ല മനോഹരമായ ഒരു ദിവസമായിട്ട് മാറും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരം. ഇവിടേക്ക് വരുന്നതിന് എൻട്രൻസ് ഫീസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ പല ടൈപ്പുള്ള പാക്കേജ് ഉണ്ട്. ഇവിടുത്തെ റിസോർട്ടിൽ ഡേ പാസ്, നൈറ്റ് പാസ്, അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് റൂം സ്റ്റേ ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന് ഓഫ് ഡേയിലോ ഇങ്ങനെ ഐലൻഡിലിരുന്ന് ബോറടിക്കുന്നവരോ അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വരുമ്പം ചിലപ്പോൾ നെക്സ്റ്റ് ഡേയിലേ ഉള്ളൂ ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് റോഡ് നല്ല ഓപ്ഷനാണ്. മാലേ സിറ്റിയിൽ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഒരു ഓഫ് ഡേ നല്ല സുഖമുള്ള വൈബാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ഞാനിങ്ങനെ ബോട്ടുകൾ കടലിൽ കൂടെ പോകുമ്പോൾ കുറച്ച് നേരം നോക്കിക്കും കേട്ടോ. അതിൻ്റെ ഒരു വീക്ക്നെസ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ബോട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ കടലിൽ ഇങ്ങനെ ഒരു വെള്ള കളറിലെ ഒരു വൈബ് വരുമല്ലോ, അതിൻ്റെ എൻജിൻ്റെ പവർ കൊണ്ടിട്ട്. അത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലൊക്കെ ഈ റോക്കറ്റ് ആകാശത്തൂടെ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് കാണുന്ന ആ വെള്ള വരെ നോക്കി നിൽക്കുമായിരുന്നു. അതേ ഒരു ഫീലായിട്ടോ എനിക്കിത് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയാണ് ഐ ലവ് മെറീന. അതിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൈൻ ബോർഡ്. അതിൽ റൈറ്റ് സൈഡിലേക്കുള്ള എൻട്രൻസ് സ്റ്റാഫിനുള്ളതാണെന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് വിസിറ്റേഴ്സിനുള്ളതുമാണെന്നാണ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് എയർപോർട്ട് ലെവലിലേക്ക്. നമ്മുടെ ബാഗ് ഒന്ന് പരിശോധിക്കും. അവിടെ വൈഫൈ ഫ്രീ ആയതുകൊണ്ട് ടൂറിസ്റ്റൊക്കെ അവിടുന്ന് വൈഫൈ കണക്ഷൻ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് ന്യൂ ഇയറിൻ്റെ വൈബ് തീർന്നിട്ടില്ല. ന്യൂ ഇയർ ഇവിടെ മാൽദീവ്സിൽ ഭയങ്കര ബാഡ് വെതറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റിയില്ല.
അപ്പം അത് പെൻഡിങ് കിടക്കുകയാണ്. അപ്പം ന്യൂ ഇയറിന് ശേഷം ഒരു ദിവസം ഒരു 2 പേർക്ക് കൂടെ ഓഫ് കിട്ടിയപ്പോൾ എടുത്തൊരു തീരുമാനമാണല്ലോ. ഈ ലൈറ്റൊക്കെ ഇങ്ങനെയുണ്ട് 2025 സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും മാറ്റിയിട്ടില്ല. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേരുടെയും പ്ലാൻ ഒന്നുകൂടെ ചേഞ്ച് ആയി. ഒരു മനസ്സിലൊരാഗ്രഹം, എന്നാൽ പിന്നെ നമുക്ക് 8:30 ബോട്ടിലും പോയല്ലോ. അപ്പം നൈറ്റിൽ ഈ ലൈറ്റിങ്ങിൽ കൂടെ ഇത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ 4 hours ഇപ്പം 8 hours മാറി. 8 അല്ല 10 hours ഔട്ടിംഗ് ആയിട്ട് ഇത് മാറി. അപ്പോൾ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ബോട്ടിന് സീറ്റുണ്ട് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കാണുകയാണ്. ഇതാണ് നമ്മുടെ ക്രോസ് റോഡ്. നമ്മൾ ആദ്യം ഗൂഗിൾ മാപ്പിൽ കണ്ടില്ലേ, അതിന് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ചെടികളൊക്കെ വെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആർട്സിൽ ചെയർസൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് വർത്തനൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കാം ഈ സ്ഥലത്തിൻ്റെ. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ എല്ലാം ഷോപ്സ് ആൻഡ് മാളാണ്. സുവനീർ ഷോപ്പുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട് സെയിൽ ചെയ്യുന്നത്, പിന്നെ ഐസ്ക്രീമിൻ്റെ പല വേർഷൻ ഉള്ള, സത്യം പറഞ്ഞാൽ ഐസ്ക്രീം പാർലർ. അങ്ങനെ ഈ ഓരോ ബിൽഡിങ്ങും ഉണ്ട്. എനിക്ക് ഈ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് നാട്ടിലെ ബിൽഡിങ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മീൻസ് ഈ ഓടൊക്കെ പാകി നല്ല നമ്മുടെ നാട്ടിലെ സാധാരണ ബിൽഡിങ്ങുകളൊക്കെ പണിയാറില്ലേ, അതേപോലൊക്കെ ഫീലാണ് ചെയ്തത്. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. ഒന്ന് ഓർക്കണം, കടലിൻ്റെ നടുക്ക് ഒരു ദ്വീപ് മുഴുവൻ ഇങ്ങനെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഇവരുടെ ഒരു നല്ല ഒരു ഭംഗിയാണ്. ഇതിപ്പം ചെറിയ സമയത്തേക്ക് എൻജോയ് ചെയ്യാനും നമുക്ക് വരാൻ പറ്റും. എല്ലാ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ ഇങ്ങനെ ഓരോ കാറുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഒരു ക്രാനഡൈൻ ഗ്രില്ലാണ്, നല്ല സ്റ്റീക്ക് ഹൗസാണ്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഇൻഡോറും ഔട്ട്ഡോറും ഇവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അവിടെ കപ്പിൾസായിട്ടും ഒറ്റയ്ക്ക് നടക്കുന്നവരും ഒരു ഗ്യാങ്ങായിട്ട് നടക്കുന്നവരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ കുറവുള്ള സ്ഥലത്തൂടെ നടക്കും കേട്ടോ. ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ആ ക്രോസ് റോഡിലെ മെറീന എന്നുള്ള ആ പോർഷൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ നല്ല ഭംഗി, ഒരു ദിവസത്തെ ഓഫ് ചില്ല് ചെയ്യാൻ പറ്റിയ വൈബുള്ള സ്ഥലം. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പം മിനിസ്ട്രി ഓഫ് ക്രാബ് എന്ന് കണ്ടായിരുന്നു. അത് ഏഷ്യൻ സീ ഫുഡ് ക്യൂസിങ് കിട്ടുന്നൊരു സ്ഥലം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസാണ്. ഇവിടെ നിന്ന് നടന്നെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. ഇതിൻ്റെ 2 സൈഡിലും ഒരു പുഴ മാതിരി ഫീൽ ചെയ്യും കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ഏരിയയാണ്. കടലിൻ്റെ നടുക്കാണല്ലോ. അപ്പോൾ ഈ നല്ല ഓഷൻ, ബ്ലൂ ഓഷൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു. ഇതിൻ്റെ അകത്ത് മിഡിൽ പോർഷനിൽ കൂടെ നടക്കുമ്പോഴേ ഇങ്ങനെ ഈ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നിറച്ചും സീ ആണ്. ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടക്കാമെങ്കിൽ ഓഷൻ്റെ വ്യൂ കണ്ട് നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ മുന്നോട്ട് വന്ന് ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, കബാബ് ആൻഡ് കറി. ഇത് ഈ മറീനയുടെ ഉള്ളിൽ വരുന്ന ഫെസിലിറ്റീസ് ആട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ വരെയാണെന്ന് തോന്നുന്നു മെറീന എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ വ്യൂസ്. ഞങ്ങളതൊക്കെ ഇങ്ങനെ മെല്ലെ കണ്ട് ആസ്വദിച്ചു. ഇതാണ് അടുത്ത സെക്ഷൻ കേട്ടോ. അടുത്ത റിസോർട്ടിൻ്റെ സെക്ഷനാണിത്. അപ്പം ഞങ്ങളവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് പുറം കണ്ട് ആസ്വദിച്ചിരുന്നത് ബീച്ച് ക്ലബ്. അപ്പം നമുക്ക് ബീച്ച് ക്ലബിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങൾ ഇനിയും കാണാം. ഞങ്ങളവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് വന്ന സ്ഥലമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിപ്പം ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമാണോ ഇതെപ്പോഴും ഇങ്ങനെയാണോ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇതിനകത്തേക്ക് നല്ല മനോഹരമായി നല്ല രസമുണ്ട് കാണാം കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ. എൻ്റെ ഇവിടുത്തെ ഈ റിസപ്ഷനിൽ നിന്ന് ഇവിടുത്തെ ഈ കാണുന്ന സൈൻ ബോർഡ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പൂൾ, ഇതിനുള്ളിലൊരു പൂളുണ്ട്. പൂൾ ആക്സസിനുള്ള ചെറിയൊരു പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂളിനുള്ളിലേക്ക് എത്താൻ പറ്റും. ഇതാണ് പൂൾ വ്യൂ. 1 ഡേ ഔട്ടിങ്ങിന് വരുന്നവർക്ക് നല്ല വൈബുള്ള സ്ഥലം കേട്ടോ. ആ പൂളിൽ നിന്ന് നമുക്ക് പൂളിലെ യൂസേജ് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ കുളിക്കാനുള്ള ഷവറാണ് ഇതിൻ്റെ 2 സൈഡിലും. എൻ്റെ സൈഡിലെല്ലാം റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ സൈഡിൽ ഞങ്ങൾ ഈ സൈഡാണ് ആദ്യം കണ്ടത്. അപ്പം ഞങ്ങളിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഫുൾ ഒരു റൗണ്ട് നടന്ന് കണ്ടതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഡ്രസ്സ് മാറി പൂളിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഹസ്ബൻഡും പറഞ്ഞു ഐസോ അതാ നല്ലത്, നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ പോയിട്ട് അടുത്ത കാണുന്ന 50 മീറ്ററിനുള്ളിൽ ഓഷൻ പ്ലേ ഗ്രൗണ്ട്. ഞങ്ങളുടെ 2 പേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേർക്കും ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒന്നും കൂടെ സാലി ലഗൂൺസിൻ്റെ ആ സൈഡും കൂടെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ആ വാട്ടർ സ്പോർട്സിൻ്റെ ഏരിയയിലേക്ക് പോയി. ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോൾക്ക് തന്നെ ഈ മനോഹരമായ മാൽദീവ്സിൻ്റെ ബ്യൂട്ടി കിട്ടിയ പോൾക്ക് തന്നെ നല്ല ക്ലൈമറ്റായിരുന്നു. നല്ലതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പൂളിലേ മീൻസ് വാട്ടർ സ്പോർട്സിന് ആ സൈഡിലേക്ക് എത്തി.
ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഒരുവിധപ്പെട്ട എല്ലാ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും എക്സ്പ്ലോർ ചെയ്തവരാണ്. പക്ഷേ ഇവിടേക്ക് നമ്മളിങ്ങനെ വരുമ്പം നമ്മൾ ഓരോന്നിനും പേ ചെയ്യണം. ഇതൊരു പാക്കേജ് അല്ലല്ലോ, ജസ്റ്റ് വിസിറ്റ് അല്ലേ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ബില്ല് പേ ചെയ്യേണ്ടി വരും. നല്ല എക്സ്പെൻസീവാണ് ഇവിടുത്തെ ബില്ലുകളും. ഡോളേഴ്സിലാണ് എല്ലാം എഴുതിയേക്കുന്നത്. നമുക്ക് MBRലും പേ ചെയ്യാം. ഞങ്ങളിങ്ങനെ നടന്നെത്തി ഹാർഡ് റോക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത റിസോർട്ട് സെക്ഷനിലേക്ക്. ഈ കാണുന്ന പാലം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവരുടെ റിസോർട്ടും ഹോട്ടൽസും ഉള്ളത്. അവിടേക്ക് നമുക്ക് എൻട്രൻസ് കിട്ടത്തില്ല ഡേ പാസിന് വന്നവർ. പക്ഷേ അതിൻ്റെ ഇവിടെ സൈഡിൽ ഒരു ഹാർഡ് ആൻഡ് റോക്കിൻ്റെ കഫേ ഉണ്ട്. ഇതൊരു അമേരിക്കൻ റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ ഞങ്ങൾ അതിനുള്ളിൽ കയറി ഫോണും ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് വന്നതിൻ്റെ വൈബിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കും ജ്യൂസും ഓർഡർ ചെയ്ത് ഞങ്ങളവിടെ ഇരുന്ന് നല്ല മ്യൂസിക് കേട്ടോ, നല്ല വൈബാട്ടോ. ഒരു ഔട്ടിങ്ങിൻ്റെ വൈബ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടോ. ഞങ്ങൾ നല്ല ചിൽ മോഡിലേക്ക് എത്തി. അപ്പം ഞങ്ങൾ മൈൻഡും മനസ്സും ശരീരമൊക്കെ കുളിർമയുള്ള ജ്യൂസും ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റാഫ് കേട്ടോ അവിടെ ഫോണൊക്കെ ചാർജ് ചെയ്ത് പുറത്തിറക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ക്ലൈമറ്റ് മോശമായി, മഴ പെയ്യാൻ പോവാണ്. എല്ലാം മൂടും പോയിട്ടോ. കാരണം വെതർ മോശമായി കഴിഞ്ഞാൽ പിന്നെ മാലദ്വീപ്സിൽ നമുക്ക് അങ്ങനെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു രസമില്ല. പക്ഷേ ഞങ്ങൾ അപ്പം തന്നെ തിരിച്ച് റിസപ്ഷനിലേക്ക് പോകുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പ് നനഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് അതിൻ്റെ ഇങ്ങനെ കാണുന്ന ആ ബിൽഡിങ്ങുകളില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ നടന്നപ്പോൾ മഴ വന്നു, ഫുള്ള് മൂടിക്കെട്ടി. എപ്പോഴും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാലദ്വീപ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മഴയില്ലാത്ത ദിവസം എടുക്കണം. ഇത് ഞങ്ങൾ കബാബ് ആൻഡ് കറി കയറി ഫുഡ് കഴിച്ചു കേട്ടോ. മഴ നനഞ്ഞു വന്നുകൊണ്ട് ഞങ്ങൾ ഔട്ട്ഡോറാണ് എടുത്തേക്കുന്നത്. അവിടെ വന്ന് കഴിച്ചു ഭക്ഷണം. ഒരു ചിക്കൻ ബിരിയാണിക്കും ഒരു വെജിറ്റബിൾ പുലാവിനും കൂടെ മാലദ്വീപിയൻ റുപ്പിയ ഞങ്ങൾ പേ ചെയ്തത് 1107 ആണ്. നല്ല എക്സ്പെൻസീവ് ആട്ടോ. ഡോളറിലാണ് എല്ലാം അവിടെ പേ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് MBRലും പേ ചെയ്യാൻ പറ്റും, മാലദ്വീപിയൻ റുപ്പിയയിലും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല എക്സ്പെൻസീവാണ് സിംഗിളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഏകദേശം നാട്ടിലൊരു 5000 എബോ ബില്ലായിട്ടുണ്ട് ഒരു ചിക്കൻ ബിരിയാണിക്കും ഒരു വെജിറ്റബിൾ പുലാവിനും. അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ നടന്നു കേട്ടോ. മുമ്പേ നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ മഴയ്ക്ക് ശേഷം കണ്ടപ്പോൾ വ്യൂസിന് നല്ല വ്യത്യാസം വന്നു. വന്നതല്ലേ ഇപ്പം മഴ കാർമേഘം പിന്നെയും കൂടും കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഐലൻഡിലേക്കുള്ള ബോട്ടുകൾ ബാഡ് വെതർ ആണെങ്കിൽ 10 o'clockനുള്ള ബോട്ടുകൾ പൊതുവെ ക്യാൻസലാക്കാറാണ് പതിവ്. പിന്നെ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങാമെന്നുള്ള മോഹം അങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ 3:30 ആയി. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി വിഷമം വന്നു കേട്ടോ. കാരണം എല്ലാം കണ്ട് തീർക്കാൻ പറ്റാത്തതിനാൽ. പിന്നെ ചേട്ടായി പറഞ്ഞു കുഴപ്പമില്ല, നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലമല്ലേ, നമുക്കൊന്നുകൂടെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന്. രണ്ടുപേർക്കും പിന്നെ ഒരേ വൈബായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരിയാണ്. ഞങ്ങളങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ഫാമിലി ഇങ്ങനെ സൈക്കിൾ റൈഡ് നടത്തുന്നത്. മഴയത്തെ കൂടെ കുട്ടികൾ മഴ നനയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ സൈക്കിൾ കിട്ടും കേട്ടോ നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടുപേരുടെ നടന്ന് ഒരേ തീരുമാനത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ എത്തി. കാരണം വാട്ടർ സ്പോർട്സ് ഉള്ളവർ അങ്ങനെയാണല്ലോ. അല്ലെങ്കിലും നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ നടന്നെത്തുമല്ലോ. അങ്ങനെ ഇവിടെ എത്തിയപ്പം കാർമേഘം പിന്നെയും കൂടുക. മഴ പെയ്യാൻ തന്നെയാണ് പോകുന്നത്. വിൻഡ് ഉള്ളതുകൊണ്ട് എല്ലാ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും നിർത്തി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇവിടേക്ക് കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. എല്ലാവരും എനിക്ക് കണ്ടോ മേഘം വന്ന് കൂടുന്നുണ്ടോ, കാർമേഘം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വന്നതല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നു. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, എവിടെയെങ്കിലും പോയി കുറേ ഫോട്ടോസ് എടുത്ത് നമ്മുടെ മെമ്മറി കാർഡ് നിറയ്ക്കുന്നത്. അതേപോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് തിരിച്ചു പോകാമെന്നുള്ള തീരുമാനം. അപ്പോഴാണ് ഓർത്തത് 8:30 ബോട്ട് ബുക്ക് ചെയ്തേക്കുന്നത് തിരിച്ച്. ഇനി അവരോട് ചെന്ന് ചോദിക്കണമല്ലോ. ഞങ്ങൾ റിസപ്ഷനിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പോയി അവർ സമ്മതിച്ചു. 2 സീറ്റേ MD ഉള്ളൂ. സമ്മതിച്ചു. അതുകൊണ്ട് 4 o'clock തന്നെ പോകാമെന്ന്. പിന്നെ ഒന്നും കൂടെ ജെറ്റ് സ്കീയൊക്കെ കണ്ടപ്പോൾ ഒരാഗ്രഹം. പക്ഷേ അവർ പറഞ്ഞു പറ്റില്ല, ഫോട്ടോ എടുക്കാനേ പറ്റത്തുള്ളൂ, ഒരു വാട്ടർ സ്പോർട്സും അലോ ചെയ്യത്തില്ലെന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടന്നു കണ്ടോ. രാവിലെ കണ്ട അതേ സ്ഥലങ്ങൾ മഴയത്ത് കണ്ടപ്പോൾ കണ്ടില്ലേ, വ്യൂസ് മാറി. മനസ്സിനൊരു സങ്കടം. കാരണം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ വന്നതെന്ന്. അങ്ങനെയല്ലേ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മുടെ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓടിച്ചെന്ന് ബോട്ടിൽ കയറി. ഈ തോണിയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഓക്കെ,
അപ്പം നമ്മൾ ആ കയറുന്നതിന് മുമ്പ് നമ്മളവിടെ കാണിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് കാണിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല. $40 ഒന്നുമില്ല, അത് കൂടുതൽ ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എക്സ്പെൻസ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. കടലിൻ്റെ കാഴ്ച കണ്ടില്ലേ, ഇരുണ്ട് മാനം കറുത്തുപോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങളുടെ ഐലൻഡിലേക്കുള്ള ബോട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ